സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കർമ്മം ചെയ്യാൻ ഒരു ആന്തരിയില്ലാതെ പോയത് കാദംബരി അമ്മയുടെ ഭാഗ്യദോഷമെന്നല്ലാതെ എന്തു പറയാൻ. ഒരു പേരക്കുട്ടിയുള്ളതും പെണ്ണായി പോയല്ലോ. അതും ശരിയാ. നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു നിൽക്കാതെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നോക്ക്. അതെ, മരുമോ വന്നിട്ടുണ്ടല്ലോ. അവര് തമ്മിലുള്ള പിണക്കൊക്കെ മാറി ഒന്നായല്ലോ. അയാൾക്ക് കർമ്മം ചെയ്തൂടെ? കുട്ടികളില്ലാത്തവരെ എടുത്തു വളർത്തുന്ന ആൺമക്കൾ കർമ്മം ചെയ്യുന്നില്ലേ? അപ്പൊ മഹാദേവനും ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ആ മഹാദേവ, കാദംബരി അമ്മയുടെ കർമ്മം മഹാദേവൻ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അയ്യോ, അതിനുള്ള അർഹതയൊന്നും എനിക്കില്ല. അർഹതയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കാദംബരി അമ്മ അവസാന കാലത്ത് ഒരു മകനെ പോലെ തന്നെയാണ് നിന്നെ കണ്ടിരുന്നതെന്ന് മണി പറഞ്ഞ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ തന്നെ മുൻകൈയെടുത്ത് ഇനിയുള്ള ചടങ്ങുകൾ ചെയ്യണം. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ അത് ചെയ്യണം മഹാദേവ. ചേട്ടൻ പറയുന്നത് പോലല്ല കാര്യങ്ങൾ. നാട്ടുകാരും ബന്ധുക്കളൊന്നും അതിന് സമ്മതിക്കുന്നു തോന്നുന്നില്ല. നീയൊന്നും മിണ്ടാതിരി വിജയ. വലിയ നാട്ടുകാരും ബന്ധുക്കളും. കുടുംബത്തിൽ നിന്നൊരു പെണ്ണിറങ്ങിപ്പോയ തെറ്റിന് ഇത്രയും കാലം അവരുടെ മുഖത്ത് നോക്കാത്ത, ഒരക്ഷരം മിണ്ടാത്ത, ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് അന്വേഷിക്കാത്ത കുറെ ബന്ധുക്കളുടെ നാട്ടുകാരുടെ തൃപ്തി ഇക്കാര്യത്തിൽ ആർക്കു വേണം? ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. അമ്മായി അമ്മയ്ക്ക് മരുമാൻ കൊള്ളി വയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവരെ അമ്മായിമ്മയായിട്ടല്ല കണ്ടത്, എന്റെ അമ്മയായിട്ടാ കണ്ടിട്ടുള്ളത്. അവർക്ക് അന്ത്യകർമ്മം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിരിക്കും. എന്റെ രാധയുടെ ആത്മാവധി സന്തോഷിക്കും. ആ, അത് ശരിയാ മോനെ. നീ പോയി വസ്ത്രം മാറി വാ. ഇനി താമസിക്കണ്ട, നീ തന്നെ അത് ചെയ്യണം. അത് നടക്കില്ല. അങ്ങനെ വഴിയെ പോകുന്നവർക്ക് ചെയ്യാനുള്ളതല്ല എന്റെ അമ്മയുടെ ശേഷക്രിയ. അങ്ങനെ വഴിയെ പോകുന്ന ഒരാളാണോ മഹാദേവൻ? കാദംബരി അമ്മയുടെ മരുമോനല്ലേ? ഇനിയിപ്പൊ മഹാദേവൻ കർമ്മം ചെയ്യുന്നതില് രാജേശ്വരിക്ക് താല്പര്യമില്ലെങ്കില് അത് ചെയ്യാൻ പറ്റിയ ഒരാളെ പറയേ. എന്റെ അമ്മയുടെ കർമ്മം ഞാൻ ചെയ്യും. നിങ്ങൾ ഇങ്ങനെ പരസ്പരം നോക്കാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറ. അല്ല മോളെ, പെൺകുട്ടികൾ കർമ്മം ചെയ്യുന്നൊരു രീതി പാർവതീപുരത്തിനില്ല. എന്റെ അറിവിൽ ഒരിടത്തുമില്ല. പെൺകുട്ടികൾ കർമ്മം ചെയ്താൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴോ? സ്വന്തം മാതാപിതാക്കൾക്ക് കർമ്മം ചെയ്യാനുള്ള അർഹത ആൺമക്കൾക്കുള്ളതുപോലെ തന്നെ പെൺമക്കൾക്കും ഉണ്ട്. പെൺമക്കളെ എന്താ നട്ടു വളർത്തുന്നതാണോ? ആൺമക്കളെ പോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മം കൊണ്ട് അമ്മമാര് പ്രസവിച്ച് തന്നെയാ പെൺമക്കളെ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അതൊക്കെ ശരിയാണ് മോളെ. എന്നാലും നാട്ടു നടപ്പ് എന്നൊന്നില്ലേ? അതനുസരിച്ച് നോക്കിയാ മഹാദേവൻ കർമ്മം ചെയ്യുന്നത് തന്നെ ഉത്തമം. എന്റെ അമ്മയുടെ കർമ്മം ചെയ്യാൻ ഇയാൾക്ക് എന്താ അർഹതയുള്ളത്? 33 വർഷം അമ്മയെ ഇരുട്ടിലാക്കിയതിന്റെ അർഹതയോ? നൊന്ത് പ്രസവിച്ച സ്വന്തം മകളെ എന്നേക്കുമായി എന്റെ അമ്മയിൽ നിന്നും വേർപെടുത്തിയതിന്റെ അർഹതയോ? വീണ്ടും വരഞ്ഞു കയറി വന്ന് അമ്മയുടെ ശേഷിക്കുന്ന ജീവനും കൂടി ഇല്ലാതാക്കിയതിന്റെ അർഹതയോ? മാമ, ഇതൊരു മരണ വീടാ. നമ്മളെ വിട്ടുപോയത് ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാട്ടിലെ കാരണസ്ഥാനത്തിരുന്ന ഒരാളാ. നമ്മളീ നടത്തുന്ന വാഗ്വാദം എവിടെയോ അദൃശ്യമായി നിന്ന് കേൾക്കുന്ന അമ്മയുടെ ആത്മാവുണ്ട്. അതിന് നോവിക്കരുത്. നടപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. അതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. അത് മാറ്റാനും നമുക്കാവില്ല. അമ്മയുടെ കർമ്മം രാജേശ്വരി ചെയ്യട്ടെ. ഒരു നിമിഷം. കാദംബരി അമ്മയുടെ ഒസ്യത്തിൽ മരിച്ചു കഴിഞ്ഞുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതി വച്ചിട്ടാണ് അവർ പോയത്. രാധിക ഈ വീട്ടിൽ നിന്നിറങ്ങിയതോടെ
എന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പിന്നീട് അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് രാജേശ്വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചവൾ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിയുന്നു. എന്റെ മൂത്ത മകൾ രാധികയെ എനിക്ക് മനസ്സിലാവാതെ പോയതിൽ ഞാൻ കുറ്റബോധം കൊണ്ട് നീറുന്നു. ഈശ്വരൻ എന്റെ തെറ്റുകൾ പുറത്ത് എന്റെ മരുമകനെയും എന്റെ പേരക്കുട്ടിയെയും എന്റെ അടുക്കലെത്തിച്ചു. എന്റെ മരണശേഷം എന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് ഞാൻ മകനായി കാണുന്ന എന്റെ മരുമകൻ മഹാദേവനും എന്റെ കൊച്ചുമകൾ മീരയും ചേർന്നായിരിക്കണം. എങ്കിൽ മാത്രമേ എന്റെ രാധിക മോളുടെ ആത്മാവ് എന്നോട് പൊറുക്കൂ. സ്വന്തം കാര്യം നോക്കി രാധിക ചിറങ്ങിപ്പോയി. നമ്മളെ കുറിച്ച് ഓർക്കാതെ അച്ഛനും പോയി. അന്ന് മുതൽ ഈ നിമിഷം വരെ അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. എന്നിട്ടും എന്നെ ആരും അല്ലാത്തവളാക്കി മാറ്റിക്കളഞ്ഞില്ലേ? അമ്മയായിരുന്നു എന്റെ ലോകം. എന്നെ കൊണ്ട് അവസാന കർമ്മം പോലും ചെയ്യിച്ചില്ലല്ലോ അമ്മ. എന്റെ മനസ്സിലെ കനൽ ഇപ്പൊ ഈ ചിത എരിയുന്നത് പോലെ എരിയുന്നുണ്ട്, കത്തിപ്പടരുന്നുണ്ട്. അതിനുള്ള മറുപടി കാലം പറയും, പറഞ്ഞിരിക്കും.
എന്നെ കാണാൻ അധികം വൈകാതെ ഒരു ദിവസം നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ ദേവ. നിന്റെ മനസ്സിൽ ഈ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും വരും, വന്നിരിക്കും. സർ, എന്താ സർ പ്ലാൻ? സഞ്ചയനം കഴിഞ്ഞല്ലോ. ഇനി 16 വരെ നിൽക്കുന്നുണ്ടോ അതോ ഇന്ന് തന്നെ മടങ്ങുന്നുണ്ടോന്ന് അമ്മ ചോദിക്കാൻ പറഞ്ഞു. പോകേണ്ടവരും പോയില്ലേ? ഇനിയുള്ളത് പേരിന് കുറച്ച് ചടങ്ങുകളാ. മുടക്കയാത്രയുടെ കാര്യം യമുനോടുകൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കും. സർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. എന്താ പറഞ്ഞു? യമുന മാഡം എന്തൊക്കെ പറഞ്ഞാലും മാഡത്തിന് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്തണ്ട. അതെന്താ? ദേവനോടും യമുനയോടും ചിരിച്ച് സംസാരിക്കുമ്പോഴും ഉള്ളിൽ തിളയ്ക്കുന്ന വെറുപ്പ അവൾ സൂക്ഷിക്കുന്നത്. ഇനിയും അവരെ ദ്രോഹിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും രാജേശ്വരി പാഴാക്കില്ല. അറിഞ്ഞതൊക്കെ നീ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ ആരോടും ഒന്നും പറയില്ല മുത്തശ്ശി. വാക്ക് പറയുക. എന്താണ് അത്? സർ, വേറൊന്നുമല്ല. ഇവിടെ നിൽക്കുന്തോറും യമുന മാഡം കൂടുതൽ അപ്സെറ്റ് ആവുക. ഇപ്പൊ തന്നെ ആ പാവം കരഞ്ഞ് തളർന്നൊരു വഴിയായി. പുറപ്പെടാം. തിരിഞ്ഞു നോക്കിയെന്ന് പറയാൻ പോലും ഇവിടെ ആരുമില്ലല്ലോ നമുക്കിനി. ഈ നാടുമായിട്ടുള്ള അവസാന കണ്ണി മുറിഞ്ഞു പോവാ. അവരുടെ ഇന്ന് ഇറങ്ങാൻ പറ. ശരി സർ. ഗൗതം, എന്താ സർ? ഞാൻ വിളിക്കാൻ പറഞ്ഞ ആരെയൊക്കെയാണെന്ന് എടുത്തു പറയണ്ടല്ലോ. ഐ ഹോപ്പ് യു നോ. മീരി ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല സർ. വാട്ട്? സാറിനെ തെറ്റിദ്ധരിക്കണ്ട. സാറിനോ യമുന മാഡത്തിനോ ദോഷം വരുന്ന ഒരു കാര്യം കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് സർ. വാട്ട് ദ ഹെൽ? അവളെ കൊണ്ട് പോകുന്നതിനെക്കാട്ടി വലിയ ദോഷം വേറെ വരാനുണ്ടോ ഗൗതം? ഇത്രയും കാലം അനുഭവിച്ചൊക്കെ മതി. വല്ലവരുതേനും തലയിൽ ഇറക്കി വെച്ച ഭാരം ഇനി തിരിച്ചു വെക്കുന്നത് പ്രശ്നമില്ല. സർ, സാറ് വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. വളരെ കോംപ്ലിക്കേറ്റഡാ. ഇത്രയും നാളത്തെ പോലെ അല്ല ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ. മുത്തശ്ശി കൂടി പോയതോടെ ഇനി നമ്മൾ മീരെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും സർ? ഉണ്ടല്ലോ അവിടെ രാജേശ്വരി ചിറ്റ. പിന്നെ വേറെ ആര് വേണം? അത് നാട്ടുകാരുടെ മുന്നില് അത്ര കൺവിൻസിംഗ് ആയ ഒരു കാര്യം ആയിരിക്കില്ല സർ. മുത്തശ്ശി ഉണ്ടായിരുന്നപ്പോ ഓക്കെ. പക്ഷേ ഇനി സാറ് മീരെ ഇവിടെ ആരുടെ ഒപ്പം വിട്ടിട്ട് പോയാലും അത് ആദ്യ ഭാര്യയിലെ മകളെ ഉപേക്ഷിച്ച് പോയി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കപ്പെടും. അത് ദോഷം ചെയ്യാൻ പോകുന്നത് സാറിനെ മാത്രമല്ല യമുന മാഡത്തെ കൂടിയാണ്. രണ്ടാനമ്മയുടെ തലയണ മന്ത്രത്തിന്റെ ഫലമായിട്ട് ആളുകൾ അതിനെ വ്യാഖ്യാനിക്കൂ. കുറച്ച് നാള് കഴിഞ്ഞ് നമ്മൾ മീരെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിട്ടാലും കുഴപ്പമില്ല. ആളുകൾ അത്ര ശ്രദ്ധിക്കില്ല. ഇപ്പോ പക്ഷേ മരണവുമായി ബന്ധപ്പെട്ട് നാടിന്റെ മുഴുവൻ ഫോക്കസും ഈ വീട്ടിലാണ്. ഓരോ ചെറിയ കാര്യവും വല്ലാതെ ശ്രദ്ധിക്കപ്പെടും. അത് മാത്രമല്ല, മുത്തശ്ശിയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണും സർ. മീരിയെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയാൽ അത് മുത്തശ്ശിയെ തോൽപ്പിക്കുന്നതിന് സമമായിരിക്കും. ആ പാവം ഒത്തിരി ആഗ്രഹിച്ചതാ എല്ലാരോടും ഒപ്പം മീര തിരികെ പോകണമെന്ന്. പിന്നെ മീര ഇല്ലാതെ പോവാനാണെങ്കിൽ യമുന മാഡത്തെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്ന പ്രശ്നം വേറെയും. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ. നോക്കിക്കാതെ ചെന്ന് വരുന്നവരോടൊക്കെ ഇറങ്ങാൻ പറയുന്നുണ്ടോ? ഇപ്പൊ തന്നെ പറയാം സർ.
ജനിച്ചാൽ ഒരു നാൾ മരിച്ചേ പറ്റൂ. കാദംബരി മുത്തശ്ശി സന്തോഷമായിട്ടല്ലേ പോയത്? അതോർത്ത് സമാധാനിക്കും മീര. അല്ല ഗൗതം, ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ച മുത്തശ്ശി പോയത്. അച്ഛനെ ഒരിക്കൽ കൂടി കാണണമെന്ന് മുത്തശ്ശി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമ്മളെപ്പോഴാ മടങ്ങുന്നത്? ദേവേട്ടൻ എന്ത് പറഞ്ഞു? ആ, ഉടനെ തന്നെ പുറപ്പെടാന്ന് പറഞ്ഞു. വാ മോളെ, എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്ക്. അമ്മ പോയിക്കോളൂ, ഞാൻ ഇങ്ങോട്ടുമില്ല. മീര, മുത്തശ്ശി പോയിന്ന് വെച്ച് എന്റെ തീരുമാനം മാറ്റിയിട്ടില്ല ഗൗതം. ഇനി ആർക്ക് വേണ്ടി നീ ഇവിടെ നിൽക്കുന്ന മോളെ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഞാൻ ദേവസാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. എന്നിട്ട് താൻ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ മീര? വാശിയല്ല ഗൗതം, നിങ്ങളുടെ എല്ലാവരുടെയും നല്ലതിന് ഞാൻ പറയുന്നത്. എന്നെ ഇവിടെ വിട്ടിട്ട് നിങ്ങളൊക്കെ മടങ്ങി പോയേ പറ്റൂ. ദൈവത്തെ ഓർത്ത് എന്നെ പോലൊരു അപശകനത്തിന് നിങ്ങൾ ഇനി ചുമക്കരുത്. മീരെ, ഇത്ര നാളും ദേവേട്ടൻ നിന്നെ കുറിച്ച് പറയുമ്പോ പോലും എന്റെ മനസ്സ് ഇത്രയും വേദനിച്ചിട്ടില്ല. നീ കൂടി സ്വയം അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കല്ലേ മോളെ? എനിക്കതിപ്പോ പൂർണ്ണ വിശ്വാസമായി കഴിഞ്ഞമ്മേ. ഞാൻ കാലുകുത്തുന്നിടം മുടിയൊന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? നോക്ക്, ഇപ്പൊ അത് തന്നെ സംഭവിച്ചില്ലേ? ജനിച്ചപ്പോഴേ ഞാൻ എന്റെ അമ്മയുടെ ഉയരെടുത്തതുപോലെ ഇവിടെ കാലുകുത്തിയതും ഞാൻ ഈ വീടിന്റെ ഐശ്വര്യം കെടുത്തിയില്ലേ? മുത്തശ്ശിയുടെ ഉയരെടുത്തില്ലേ? നീ പറഞ്ഞതൊന്നും ശരിയല്ല മീര. സംഭവിച്ചതെല്ലാം നേരെ തിരിച്ചായിരുന്നു. ജനിക്കുന്ന സമയവും മരിക്കുന്ന സമയവും എല്ലാം ദൈവം നിശ്ചയിക്കുന്നതാ. അതൊന്നും നമ്മുടെ കയ്യിലല്ല. 23 വർഷം സ്വന്തം മനസ്സിനെ മൂടിക്കളഞ്ഞ വെറുപ്പിന്റെയും ദേഷ്യത്തിന്റെ ഇരുട്ടറയിൽ നിന്ന് നിന്റെ മുത്തശ്ശി പുറത്തു കൊണ്ടുവന്നത് നീയാണ്. നീ വന്ന നിമിഷം മുതലാ അമ്മ വീണ്ടും സന്തോഷം അറിഞ്ഞത്, സ്നേഹം അനുഭവിച്ചത്. അവരുടെ ജീവിതത്തിന് ഈ അവസാന കാലത്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാക്കി കൊടുത്തത് നീയാണ് മോളെ. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനം മനസ്സമാധാനമാണ്. നിന്റെ മുത്തശ്ശിക്ക് മനസ്സമാധാനം നൽകിയത് നിന്റെ സാമീപ്യമാണ് മീര. നീ ഇല്ലായിരുന്നെങ്കിൽ സ്വയം അടച്ചിരുന്ന മുറിക്കുള്ളിൽ തന്നെ മനസ്സുരുകി ഇതിനു മുമ്പേ എരിഞ്ഞു തീർന്നേനെ ആ ജന്മം. നിന്റെ മുത്തശ്ശിക്ക് ഇത്രയെങ്കിലും ആയുസ് നീട്ടിക്കൊടുത്തവളാ നീ, അല്ലാതെ ഉയരെടുത്തവളല്ല. കെട്ടുപോയ ഈ കുടുംബത്തിന്റെ ഐശ്വര്യം തിരികെ കൊണ്ടുവന്നവളാ നീ, അല്ലാതെ ഐശ്വര്യക്കേടോ അപശകനോ ഒന്നുമല്ല. നേരത്തെ താൻ പറഞ്ഞില്ലേ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് മുത്തശ്ശി പോയതെന്ന്. അതില് ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നെന്നറിയൂ? തന്റെ അച്ഛനെയും തന്നെയും പിണക്കങ്ങൾ അകറ്റി ചേർത്ത് വെക്കണമെന്നുള്ള ആഗ്രഹം. താനും ദേവൻ സാറും ഒരുമിച്ചുണ്ടാവണമെന്നുള്ള ആഗ്രഹം. താൻ വീട്ടിലേക്ക് വരാതെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ അത് മുത്തശ്ശിയുടെ ആത്മാവിനെ വിഷമിപ്പിക്കുകയുള്ളൂ. പക്ഷെ അച്ഛൻ എന്നെ ഒരിക്കലും ഏറ്റെടുക്കാൻ പോകുന്നില്ല ഗൗതം. അങ്ങനെ പ്രതീക്ഷ കൈവിടാൻ തനിക്കിന് അവകാശം ഇല്ല മീര. കാരണം തന്റെ മനസ്സിലാ പ്രതീക്ഷയിൽ ഇപ്പൊ മുത്തശ്ശിയുടെ പ്രതീക്ഷയും കലർന്നിട്ടുണ്ട്. മുത്തശ്ശി ബാക്കി വെച്ചിട്ട് പോയ സ്വപ്നങ്ങളും കൂടിയാണ് അതെല്ലാം. അതിനെ കൈവിട്ട് കളയാൻ തനിക്ക് അവകാശമില്ല മീര.
ജീവിതം കൊണ്ട് പോരാടി അത് യാഥാർത്ഥ്യമാക്കാൻ നമ്മളെ ശ്രമം തുടർന്നേ പറ്റൂ. തനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ മുത്തശ്ശിക്ക് വേണ്ടി. ശരി, ഞങ്ങൾ ഇറങ്ങുക. ഇവിടെ ഒറ്റയ്ക്കാണെന്ന് ചിന്തയൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ പഠിക്കണ്ട. ഇറങ്ങട്ടെ. ശരി.